അദ്ദേഹം തന്നെ പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്നാൽ PV അൻവറിന് വിജയസാധ്യതയില്ല. അവർ കൃത്യമായി തന്നെ പറയില്ല. ഒരു 11,000 മുതൽ 15,000 വരെ വോട്ട് പരമാവധി സമാഹരിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഏത് മുന്നണിയോടൊപ്പം PV അൻവർ പോകുന്നോ ആ മുന്നണിയിൽ ഒരു വിജയശില്പി ആകാൻ PV അൻവറിന് സാധിക്കും. ഹി ക്യാൻ ബി എ കിങ് മേക്കർ. ഒരു അലയൻസിനോടൊപ്പം നിൽക്കുമ്പോൾ ഒരു കിങ് മേക്കർ ആക്കാൻ സാധിക്കും. പക്ഷേ അലയൻസ് ഇല്ലാതെ നിന്നാൽ ഒറ്റയ്ക്ക് കിങ് ആവാൻ കഴിയില്ല എന്നതാണ് PV അൻവറിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. ഇനി അതെങ്ങനെയാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്താണെങ്കിലും പിന്തുണയ്ക്കും എന്നതിൻ്റെ സൂചനയാണല്ലോ ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ഏത് സ്ഥാനാർത്ഥി വന്നാലും 30,000 വോട്ടുകളുടെ വിജയം ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ ഒരു സൂചനയാണ്. ആര്യടൻ ഷൗക്കത്താണ് വരുന്നതെങ്കിലും PV അൻവർ നിലമ്പൂരിന് ഒരു പ്രത്യേകതയുള്ളതേ, ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സിറ്റിംഗ് സീറ്റിലാണല്ലോ ഇവർ വിജയിച്ചത് അല്ലെ. പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട്, വയനാട് അല്ലെ, ചേലക്കര അപ്പുറത്തും പോയി. അപ്പൊ ശരി, ഇതിപ്പം LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വരുന്നു എന്നുള്ള വിഷയമുണ്ട്. അതെ, അങ്ങനെ വരുമ്പോ അവർക്കത് തിരിച്ചു പിടിക്കാൻ കഴിയുകയാണെങ്കിൽ UDFന് ക്ലെയിം ചെയ്യാം. പക്ഷേ UDF ക്ലെയിം ചെയ്യുമ്പോഴും ഈ പ്രശ്നമുണ്ട്. PV അൻവർ അപ്പുറത്തായിരുന്നെങ്കിൽ മാത്രമേ UDF ക്ലെയിമിന് വാലിഡിറ്റി ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ PV അൻവർ തന്നെ ഇപ്പുറത്തേക്ക് ക്ലെയിം ഇല്ല. കാരണം അത് പരമ്പരാഗതമായ UDFന്റെ സീറ്റാണ്. ആ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച് കയറുന്ന മണ്ഡലമാണ്. ശ്രീരാമകൃഷ്ണൻ നിർത്തിയിട്ട് വിജയിച്ചില്ല, അൻവർ മാസ്റ്റർ നിർത്തിയിട്ട് വിജയിച്ചില്ല. PV അൻവറാണ് പിന്നീട് ആ LDFിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് ഒരു കാര്യമായി പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വഴി തുറന്നിരിക്കുന്നു PV അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല.